എല്ലാ കൂട്ടുകാർക്കും മാഗ്നാമെന്റർ മലയാളത്തിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഒലീവ് ബോർഡിന്റെ ലൈവ് മോക്ക് CGL CHSL 2024 വേണ്ടിയുള്ള ലൈവ് മോക്കിന്റെ നമ്മുടെ സൊല്യൂഷനാണ്. 23 ഏപ്രിലെ സൊല്യൂഷനാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് സൊല്യൂഷനിലേക്ക് പോകാം. ഇതിനു വേണ്ടി ഒരു സെപ്പറേറ്റ് പ്ലേലിസ്റ്റ് തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്. എല്ലാ ലൈവ് മോക്കിന്റെ സൊല്യൂഷനും നമ്മളിവിടെ ചെയ്യുന്നതായിരിക്കും. അത് കണ്ട് എങ്ങനെയാണ് എക്സാമിന് നിങ്ങൾ ചെയ്യേണ്ടത്, എങ്ങനെയാണ് എക്സാമിന് ഒരു സൊല്യൂഷൻ ചെയ്യേണ്ടത്, എങ്ങനെയായിരിക്കണം പ്രാക്ടിക്കലായിട്ട് നിങ്ങൾ എക്സാമിനെ സമീപിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഈ ഒരു ക്ലാസ്സുകൾ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങൾ ചെയ്തിരിക്കുന്ന മെത്തേഡ്സിൽ നിന്നും അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് മാത്സിന് ഫുൾ മാർക്ക് വാങ്ങാൻ പറ്റാത്തത് അല്ലെങ്കിൽ സമയം തികയാത്തത് എന്നുള്ള കാര്യങ്ങൾ ഈ ഒരു ക്ലാസ്സുകൾ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. നമ്മൾ പേന എടുക്കാതെ 5 സെക്കൻഡിൽ 10 സെക്കൻഡിൽ എങ്ങനെ സൊല്യൂഷൻ ചെയ്യാം എന്നുള്ള കാര്യം നിങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് ഈ ഒരു ക്ലാസ്സുകളിൽ നമ്മൾ പറഞ്ഞു തരുന്നുണ്ട്. അതുകൊണ്ട് എല്ലാ ക്ലാസ്സുകളും കണ്ടു നോക്കി അതിൻ്റെ റിസൾട്ട് നിങ്ങൾ തന്നെ അനുഭവിച്ചറിയുക. ഓക്കെ, നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. നമ്മുടെ ചാനലിൻ്റെ ഡീറ്റെയിൽസ് ആണ്. നിങ്ങൾ എല്ലാവർക്കും നമ്മുടെ കേരളത്തിലുള്ള സെൻട്രൽ ഗവൺമെൻറ് എക്സാംസിന് പഠിക്കുന്ന, റെയിൽവേ എക്സാംസിന് പഠിക്കുന്ന എല്ലാവർക്കും വേണ്ടിയിട്ടാണ് ഈ ഒരു ചാനൽ തുടങ്ങിയിട്ടുള്ളത്. അതുകൊണ്ടാണ് ഇത്ര ക്വാളിറ്റി കണ്ടന്റ് നിങ്ങൾക്ക് പെയ്ഡ് ക്ലാസ്സിൽ പോലും കിട്ടാത്തത്രയും ക്വാളിറ്റി കണ്ടന്റ് നിങ്ങൾക്ക് തരുന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ മാക്സിമം പേർക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവരിലേക്കും നിങ്ങൾ ഈ ചാനൽ എത്തിക്കുക. എല്ലാവരുടെയും ക്ലാസ്സുകൾ കാണാൻ പറയുക. നിങ്ങളൊരു 3-4 ക്ലാസ് കാണുമ്പോഴത്തേക്കും ഇതിൻ്റെ ക്വാളിറ്റി മനസ്സിലാവും. പല വിധത്തിലുള്ള ക്ലാസ്സുകൾ, റെയിൽവേയുടെ ക്ലാസ്സുകൾ, SSCയുടെ ക്ലാസ്സുകൾ എല്ലാം നമ്മുടെ ചാനലിൽ അവൈലബിൾ ആണ്. ജസ്റ്റ് വീഡിയോസ് മാത്രം നോക്കിയാൽ മതി. അപ്പോൾ നമ്മുടെ ക്ലാസ്സുകൾ കണ്ടിന്യൂ ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കും. നല്ല ക്ലാസ്സുകൾ നിങ്ങൾക്ക് തന്നുകൊണ്ടിരിക്കും. അതുകൊണ്ട് മാക്സിമം പേർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമ്മുടെ ചാനലിൻ്റെ പേര് മാഗ്നാമെന്റർ മലയാളം. ഓക്കെ, നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. ഓക്കെ, അത് ഞാൻ എൻ്റെ മെത്തേഡ് പറയാം എങ്ങനെ നിങ്ങൾ എക്സാമിന് ചെയ്യണം. 32 സിമിലർ ഇതാണ്. പെരിമീറ്റർ തന്നിട്ടുണ്ട്. തിക്നെസ് സ്റ്റാക്ക്ഡ് ഓവർ ഫ്രം സിലിണ്ടർ ആണ്. വോളിയം തന്നിട്ടുണ്ട്. വാട്ട് ഇസ് ദ തിക്നെസ് ഓഫ് ഈച്ച് ഡിസ്ക്. അപ്പോൾ 32 എണ്ണം 88 സെന്റിമീറ്റർ പെരിമീറ്റർ ആണെന്ന് പറഞ്ഞാൽ നമുക്ക് അവിടെ അതിൻ്റെ റേഡിയസ് കിട്ടും. റേഡിയസ് എന്ന് പറഞ്ഞാൽ 44 ആണെങ്കിൽ 7 ആണ്. റേഡിയസ് 88 ആകുമ്പോൾ 14. ഇതൊക്കെ എങ്ങനെ കിട്ടുന്നത് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ 14, അങ്ങനെ 14 റേഡിയസ് ഉള്ള 32 സ്മോൾ എണ്ണം. അപ്പോൾ 14 റേഡിയസ് ഉള്ള 32 ഇത് എണ്ണം എന്താണ് സിലിണ്ടർ ഉണ്ടാക്കുകയാണ്. വോളിയം ഓഫ് ദ സിലിണ്ടർ. അപ്പോൾ വോളിയം ഓഫ് ദ സിലിണ്ടർ എന്ന് പറഞ്ഞാൽ 4.928 × 10⁴ എന്ന് പറഞ്ഞാൽ എന്താണ് 4928, ഒരു സീറോയും കൂടെ വരും, ഈക്വൽ ടു പൈ എന്ന് പറഞ്ഞാൽ 22/7 r². r² എന്ന് പറഞ്ഞാൽ 14 വരുന്നത്. 14 × 14 ഇൻറ്റു ഹൈറ്റ്. ആ ഒരു ഹൈറ്റാണ് വേണ്ടത്. ഓക്കെ, ഇനി എന്താ വാട്ട് ഇസ് ദ തിക്നെസ് ഓഫ് ഈച്ച് ഡിസ്ക് വെച്ചേക്കുന്നത്. അപ്പോൾ 32 എണ്ണം ചേരുമ്പോഴാണ് നമുക്ക് എന്ത് വരുന്നത്, ഈ ഒരു ഹൈറ്റ് വരുന്നത്. അപ്പോൾ നമ്മുടെ ആൻസർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ഈ ഹൈറ്റിനെ നമ്മൾ എന്ത് ചെയ്യണം, 32 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പം ഹൈറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ആദ്യം ഹൈറ്റ് കണ്ടുപിടിക്കാം. ഹൈറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ ഇത് 2 കിട്ടും. പിന്നെ ഓക്കെ, ഓപ്ഷനകത്ത് വഴി നമുക്ക് ചെയ്യാൻ പറ്റുമോ, 32. ഓക്കെ, ഡിവിഷൻ നമുക്ക് ചെയ്യേണ്ടി വരുമോ, നോക്കാം. ഓക്കെ, ഓരോന്ന് വെച്ച് ക്യാൻസൽ ചെയ്യാതെ നമുക്ക് ചെയ്യാൻ പറ്റുമോ, അല്ലാതെ ബൈ 32 കൂടെ ചെയ്യണം. ഇതേ ഡിവൈഡ് ബൈ 32 കൂടെ ചെയ്യേണ്ടി വരും. കാര്യം 32 ഡിസ്കിൻ്റെ ആണ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, നമുക്ക് ഡിനോമിനേറ്ററിലെ ഇത് നോക്കാം, ഡിസം നോക്കാം. 44 × 14. ഓക്കെ, 44 44 8 8 5 40, 4 വരും. 4 വരും ഡിസം. ഇവിടെ 5 4 5 20, 2. അപ്പം മേലെ 5 5 9 നോക്കണ്ട, 6 8 14 5 5 5 25, അതായത് 7 വരും ഡിസം 7 വരുന്ന ഓപ്ഷൻ ബി ഉള്ളൂ. എന്ത് ചെയ്തു, നമ്മൾ ഡിസം വെച്ച് ഈ ക്വസ്റ്റ്യൻ ചെയ്തു. ആൻസർ ഏതാണ്, ഓപ്ഷൻ ബി ആണ്. അപ്പോൾ ഇവിടെ എന്താ ഞാൻ ഈ കൺസെപ്റ്റ് ചെയ്തത്, നിങ്ങൾ ഇത്രയും കാൽക്കുലേഷൻ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല, നിങ്ങൾ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. നിങ്ങൾ എന്ത് ചെയ്യുക, ഡിസം ക്ലാസ് ഒന്ന് കാണും, എന്താണ് ഡിസം എന്ന് മനസ്സിലാക്കുക. അത് കണ്ടാൽ നിങ്ങൾക്ക് എന്താണ്, ഇത് സെറ്റാണ്. ഇവിടെ ഞാൻ അത് എക്സ്പ്ലെയിൻ ചെയ്യാനല്ല വന്നത്, ഇത് എങ്ങനെ ചെയ്യുമെന്ന് പറയാനാണ്. ഇതിൻ്റെ കൺസെപ്റ്റ് എന്താ, ഇതേപോലെ 32. ഇനി ഞാൻ കൺസെപ്റ്റ് പറയാം. 32 ചെറിയ ഡിസ്കുകൾ എന്ത് ചെയ്യണം, ഇങ്ങനെ മേളി വെച്ച് എന്ത് ചെയ്തു, ഒരു സിലിണ്ടർ പോലെ ആക്കി. സിലിണ്ടറിലൊക്കെ നമുക്ക് എന്ത് ചെയ്യണം, അവിടെ അതിൻ്റെ പെരിമീറ്റർ, ഒരു സർക്കുലർ ഡിസ്കിൻ്റെ പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ എന്താ, നമ്മുടെ സിലിണ്ടർ ഇങ്ങനെ ഇരിക്കും സിലിണ്ടർ. ഒരു സർക്കുലർ ഡിസ്കിൻ്റെ പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ 88 ആണ്. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്, പെരിമീറ്റർ 44 ആണെങ്കിൽ അതിൻ്റെ റേഡിയസ് എത്ര ആയിരിക്കും, 7 ആയിരിക്കും. അപ്പം എന്ന് വെച്ചാൽ 2 × 22/7 2πr ആണ് പെരിമീറ്റർ. 22/7 × 7 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, 44 കിട്ടും. അപ്പം ഇത് റേഡിയസ് ഇരട്ടിയാകുമ്പോൾ എന്താവും, പെരിമീറ്റർ എന്താവും, ഇരട്ടിയാവും. സെയിം റിലേഷനാണ്. നമ്മുടെ ഏരിയയുടെ കേസിൽ വരുമ്പോൾ എന്താവും, റേഡിയസ് ഇരട്ടിയാകുമ്പോൾ ഏരിയ എന്താവും, 4 ടൈംസ് ആണ്. അതുകൊണ്ട് പൈ r². അപ്പോൾ ഇവിടെ പെരിമീറ്റർ 44 എന്ന് പറഞ്ഞാൽ എന്താണ്, റേഡിയസ് 7 ആണ്. അപ്പോൾ ഇതങ്ങ് കാണാതെ പഠിക്കുക. പെരിമീറ്റർ 88 ആവുമെന്ന് പറഞ്ഞാൽ എന്താ, 44-നെ 2 കൊണ്ട് ഗുണിക്കുക. അപ്പോൾ നമ്മുടെ റേഡിയസ് എന്ത് ചെയ്യും, 2 കൊണ്ട് ഗുണിക്കുക. അങ്ങനെ 14. അത് നമ്മൾ ആദ്യത്തെ ഒരു സ്റ്റെപ്പ് അവിടെ ലാഭിച്ചു. ഇങ്ങനെ മേലോട്ട് വെക്കിയപ്പോഴാണ് എന്ത് ചെയ്യുന്നത്, ഇത് ഇങ്ങനൊരു വോളിയം കിട്ടിയത്. അപ്പോൾ വോളിയം ഓഫ് എ എല്ലാ സെൻറ്റിമീറ്റർ ആണ്. ഓക്കെ, വോളിയം ഓഫ് എ സിലിണ്ടർ എന്ന് പറഞ്ഞാൽ πr² വെച്ചാണ്. അപ്പോൾ ഈ 44.928 × 10⁴ നമുക്ക് 49/280 എന്ന് എഴുതാം. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ πr². r എന്ന് പറഞ്ഞാൽ 14 ആണ്. പിന്നെ റേഡിയസ് 14 ആണ് ഇൻറ്റു h. ഇത് 14 ആണ്. ഓക്കെ, h എന്ന് പറഞ്ഞാൽ ഇത്രയും ഹൈറ്റ് ആണ്. പക്ഷേ ആ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, 32 എണ്ണത്തിൻ്റെ ടോട്ടൽ ഹൈറ്റ് ആണ്. നമുക്ക് എന്താ വേണ്ടുന്നത്, തിക്നെസ് ആണ്. 32 എണ്ണം മേളിൽ വെക്കുമ്പോഴാണ് തിക്നെസ് എന്ന് പറഞ്ഞാൽ എന്താണ്, അതിനെ ഈ ഹൈറ്റിനെ കിട്ടുന്ന സാധനത്തെ എന്ത് ചെയ്യണം, 32 ഡിവൈഡ് ചെയ്യണം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു, ഒന്നും വെട്ടാനും നോക്കില്ല. നമ്മുടെ ഓപ്ഷനകത്തുള്ള ഡിസം എന്താണ്, എല്ലാത്തിൻ്റെ ഡിഫറൻ്റ് ആണ്. നമ്മൾ എന്ത് ചെയ്തു, ഡിസം അപ്ലൈ ചെയ്തു. ഡിസം അറിയാത്തവർക്ക് വേണ്ടി ഡിസമിൻ്റെ ക്ലാസ് ഞാൻ എൻ്റെ കൂടെ കൊടുത്തേക്കാം, അതെടുത്ത് കാണും. ഓക്കെ,
ദ കോസ്റ്റ് പ്രൈസ് ഓഫ് ആൻ ആർട്ടിക്കിൾ എക്സ് ആണ് ബൈ സെല്ലിംഗ് ഇറ്റ് ഫോർ 147 ലൂസസ് 2/9 ഓഫ് ഹിസ് കോസ്റ്റ് പ്രൈസ് ഫൈൻഡ് ദ വാല്യൂ ഓഫ് എക്സ്. അപ്പോൾ ഇതെന്താ എത്ര സിമ്പിൾ ആയിട്ട് ചെയ്യാം. 2/9 ഓഫ് ഹിസ് കോസ്റ്റ് പ്രൈസ് എന്ന് പറഞ്ഞാൽ കോസ്റ്റ് പ്രൈസ് 9 ആണെങ്കിൽ വിൽക്കുന്ന എത്ര 2 നഷ്ടപ്പെടുത്തി 7 വിൽക്കുന്നത്. അപ്പോൾ 7ന്റെ വാല്യൂ ആണ് 147 21 കൊണ്ട് വിളിച്ചേക്കുക. അപ്പോൾ 9ന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ എത്ര വരും 189 21 എത്ര സെക്കൻഡ് ക്വസ്റ്റ്യൻ 5 സെക്കൻഡ് ഉള്ളിൽ ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ 10 സെക്കൻഡ് ക്വസ്റ്റ്യൻ ഡെയിലി മാത്സിന്റെ എക്സസൈസ് ചെയ്യുക. അപ്പോൾ ഇതെന്താ നമ്മൾ ചെയ്തേക്കുന്നത് നമുക്ക് ഷോപ്പ് കീപ്പർ ലൂസസ് 2/9 ഓഫ് ഹിസ് കോസ്റ്റ് പ്രൈസ്. ഇപ്പോൾ കോസ്റ്റ് പ്രൈസിന്റെ സെല്ലിംഗ് പ്രൈസിന്റെ റേഷ്യോ എടുത്തു കഴിഞ്ഞാൽ 9 കോസ്റ്റ് പ്രൈസ് എങ്കിൽ അവൻ എത്ര നഷ്ടം അതിന്റെ 2/9 എന്ന് വെച്ചാൽ 2 നഷ്ടം വിൽക്കുന്ന എത്രയാണ് 7 വിൽക്കുന്നത്. അപ്പോൾ 7ന്റെ വാല്യൂ ആണ് തന്നിട്ടുള്ളത് 147 21 കൊണ്ട് വിളിച്ചേക്കുന്നത്. അതൊക്കെ ഡെയിലി എക്സസൈസ് ചെയ്താൽ ഇത് കാണുമ്പോൾ തന്നെ ചെയ്യാൻ പറ്റും. നമുക്ക് 9ന്റെ വാല്യൂ വേണം 9ന്റെ മൾട്ടിപ്പിൾ നോക്കാം. ഓപ്ഷൻ സി നമുക്ക് ആൻസർ കിട്ടും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ടോട്ടൽ പ്രൊഡക്ഷൻ അതൊന്നും വേണ്ട. വാട്ട് ഇസ് റേഷ്യോ ഓഫ് പ്രൊഡക്ഷൻ. അപ്പോൾ ഇതിന്റെ ആവശ്യമില്ല. ടോട്ടൽ പ്രൊഡക്ഷൻ ഓഫ് ഓയിൽ ഫ്രം എ ആൻഡ് സി ടുഗദർ. ഇപ്പോൾ റേഷ്യോ ആണ് ചോദിച്ചിരിക്കുന്നത്. എയും സിയും എന്ന് പറഞ്ഞാൽ എയും സിയും എന്ന് പറഞ്ഞാൽ ഇത് 25 15 40 റേഷ്യോ ബിയും ഇയും ടുഗദർ. ബിയും ഇ എന്ന് പറഞ്ഞാൽ ബിയും ഇ എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് ഉള്ളത് 27 21 എത്രയാണ് 40 റേഷ്യോ 48 എന്ന് പറഞ്ഞാൽ എത്ര വരും 8 വെച്ച് കിട്ടുമ്പോൾ 5:6 ഓപ്ഷൻ ബി നമുക്ക് എന്ത് ചെയ്യാം ഈസി ആയിട്ട് നമുക്ക് ആൻസർ കൊടുക്കാം. വളരെ എളുപ്പത്തിൽ നമുക്ക് ആൻസർ കണ്ടുപിടിക്കാം. വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ അടുത്ത 3000 കിലോമീറ്റർ കവറിംഗ്. ഓക്കെ ബസ് കവേഴ്സ് ടോട്ടൽ 3000. ഒരു മിനിറ്റ് ഹലോ ഞാൻ ഇവിടെ അതെ 12 Okay. Bus covers 3000 kilometer covering 1/3 of the distance at the speed of 300 1/4 of the remaining distance ഇത്രയും find the average speed. average speed വേറെ ഒന്നും ചെയ്യേണ്ട 3000 കിലോമീറ്റർ ആണുള്ളത്. അപ്പോൾ ടോട്ടൽ ഡിസ്റ്റൻസ് ബൈ ടോട്ടൽ ടൈം ആണ്. ടോട്ടൽ ഡിസ്റ്റൻസ് എത്രയാണ് 3000 ആണ്. ടോട്ടൽ ടൈം എന്ന് പറഞ്ഞാൽ എന്ത് വരും താഴെ 3000ന്റെ 1/3 ഓഫ് ദ ഡിസ്റ്റൻസ് 80 വന്നു. 1/3 എന്ന് പറഞ്ഞാൽ എത്ര 3000ന്റെ 1/3 എന്ന് പറഞ്ഞാൽ 1000 ആണ്. 1000 80 പോകുമ്പോൾ അടിയിൽ ടൈമാണ് എഴുതേണ്ടത്. ഡിസ്റ്റൻസ് ബൈ സ്പീഡാണ് എന്ന് പറയുന്നത് ടൈം എന്ന് പറയുന്നത്. അപ്പോൾ 1000/80 അതായത് 100/8 100/8 എന്ന് പറയുമ്പോൾ നമുക്ക് എന്താ പറയുക 50/4 50/4 എന്ന് പറയുമ്പോൾ 12 വരും. അപ്പോൾ ഇങ്ങനെ കാൽക്കുലേഷൻ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് എക്സാമിന് സമയത്ത് തീർക്കാൻ പറ്റൂ. അല്ലാതെ എക്സാമിന് സമയത്ത് തീർക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഇങ്ങനെ ആയിരിക്കണം നിങ്ങളുടെ ഫൈനൽ പ്രോഡക്റ്റ്. നിങ്ങൾ പഠിച്ചു കഴിഞ്ഞ് ഇങ്ങനെ ആയിരിക്കണം ചെയ്യേണ്ടത്. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ സൊല്യൂഷൻ ക്ലാസ് ആണ്. നമ്മുടെ ബാക്കി ബേസിക് ക്ലാസ്സിലെല്ലാം കണ്ടാൽ ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽഡ് ക്ലാസ്സുകൾ നിങ്ങൾക്ക് അവിടെ തരുന്നുണ്ട്. 1/4 ഓഫ് ദ റിമൈനിങ് അതായത് 1000 കഴിഞ്ഞു ബാക്കി 2000ന്റെ 1/4 എന്ന് പറഞ്ഞാൽ 500 ആണ്. അത് 500 50 കിലോമീറ്റർ വരെ പോകുമ്പോൾ 500/50 അതായത് 10 മണിക്കൂറാണ് അവിടെ എടുക്കുന്നത്. റിമൈനിങ് എത്ര ഉണ്ട് ബാക്കി 1500 ഉണ്ട്. 1500 40 പോകുന്നു. അതായത് 150/4 75/2 75/2 എന്ന് പറയുമ്പോൾ 37 വരും. 37 12 50 50 60. അപ്പോൾ 3000/60 എന്ന് പറയുമ്പോൾ 300/6 50 എന്ന് നമുക്ക് എന്ത് ചെയ്യാം ഈസി ആയിട്ട് ആൻസർ കൊടുക്കാം. അപ്പോൾ ഇതെല്ലാം എന്താണ് ബാക്കി കാര്യങ്ങളെല്ലാം സ്റ്റെപ്പ് സ്കിപ്പിംഗ് ആണ്. ഇത്രയും മാത്രം എഴുതി തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം ഈ ഒരു സൊല്യൂഷൻ ചെയ്യേണ്ടതാണ്. ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഫൈൻഡ് ദ വാല്യൂ ഓഫ് ദ ഫോളോയിങ് എക്സ്പ്രഷൻ. അപ്പോൾ ഇങ്ങനെ ഒരു വാല്യൂ തന്നിട്ടുണ്ട്. ഇവിടെ എ എന്ന് പറയുന്ന സംഭവം എന്തില്ല ഓപ്ഷനിലേ ഇല്ല. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം എക്ക് 0 കൊടുക്കാം. അപ്പോൾ എക്ക് 0 കൊടുക്കുമ്പോൾ ഡിനോമിനേറ്റർ എന്താവില്ല എക്ക് എന്ത് വേണമെങ്കിലും കൊടുക്കാം. 0 കൊടുക്കാം 90 കൊടുക്കാം എന്ത് കൊടുക്കാം 90 കൊടുത്താൽ എന്താ പ്രശ്നം കോസ് 0 അടിയിൽ 0 വരും. ഒരിക്കലും ഡിനോമിനേറ്ററിൽ 0 വരുന്നത്. അപ്പോൾ എക്ക് എന്ത് കൊടുക്കുക എ അങ്ങ് കളയുക എക്ക് 0 കൊടുക്കുക. എക്ക് 0 കൊടുക്കുമ്പോൾ sin 60 + sin 16 ആൻസർ വരും. ഡിവൈഡ് ബൈ കോസ് 0 1 ആണ്. sin 60 √3/2 ആണ്. √3/2 + √3/2 എന്ന് പറഞ്ഞാൽ എത്രയാണ് 2 √3/2 എന്ന് പറഞ്ഞാൽ √3 ആൻസർ കിട്ടും. ഓപ്ഷൻ എ എന്ത് ചെയ്യാം ഈസി ആയിട്ട് ആൻസർ ചെയ്യാം. വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും എ 10 ദിവസം ബി 15 ദിവസം സി 1/3 ഓഫ് ദ വർക്കിംഗ് 10 ഡേയ്സ്. അപ്പോൾ 10 ദിവസം ബി ഫിനിഷ് ഹാഫ് ഓഫ് ദ സെയിം വർക്ക് ഇൻ 15 ഡേയ്സ്. അപ്പോൾ പകുതിക്ക് 15 ദിവസം എടുക്കുമെങ്കിൽ ടോട്ടൽ വർക്കിന് എത്ര എടുക്കും 1/2 15 ആണ്. അപ്പോൾ 2 കൊണ്ട് മൾട്ടിപ്ലൈ അതായത് 30 ദിവസം എടുക്കും ബിക്ക്. സി ക്യാൻ ഫിനിഷ് 1/3 ഓഫ് ദ വർക്ക് ഇൻ 10 ഡേയ്സ്. 1/3 10 ദിവസം എടുക്കുമെങ്കിൽ ടോട്ടൽ 3 ഇതൊന്നാവാൻ വേണ്ടി എന്ത് ചെയ്യണം ഫുൾ വർക്കിന് 10 × 3 30 ദിവസം ഇവനും എടുക്കും. അപ്പോൾ നമുക്ക് ടോട്ടൽ LCM എഫിഷ്യൻസി ടോട്ടൽ വർക്ക് 30 എടുക്കാം. അപ്പോൾ ഇവൻ്റെ എഫിഷ്യൻസി 3 1 ആണ്. ഇൻ ഹൗ മെനി ഡേയ്സ് വർക്ക് വിൽ ബി കംപ്ലീറ്റഡ് വെൻ ഓൾ 3 സ്റ്റാർട്ടഡ് വർക്കിംഗ് ടുഗദർ ടു ഫിനിഷ് ദ സെയിം വർക്ക്. അപ്പോൾ സെയിം വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി അവർ എല്ലാവരും കൂടെ തുടങ്ങുവാണെങ്കിൽ അതായത് 3 4 5 30 യൂണിറ്റ് 5 യൂണിറ്റ് വെച്ചാണ് അവർ എന്ത് ചെയ്യുന്നത് ഒരു ദിവസം ചെയ്യുന്നത് 30/5 6 ഡേയ്സ്. നമ്മുടെ LCM നമ്മുടെ ടൈം ആം വർക്കിൻ്റെ ക്ലാസ് നമ്മുടെ ചാനലിലെ ഏകലവ്യ ബാച്ചിൽ കിടപ്പുണ്ട്. ഓക്കെ അപ്പോൾ AX + BX ഇതിൻ്റെ വാല്യൂ വന്നിട്ടുണ്ട്. ഇതിൻ്റെ വാല്യൂ വന്നിട്ടുണ്ട്. കറക്റ്റ് റിലേഷൻ ബിറ്റ്വീൻ A ആൻഡ് B ആണ് വേണ്ടത്. എന്ത് ചെയ്യണം സോൾവ് ചെയ്തെങ്കിലും പറ്റും. അപ്പോൾ AX + B/Xൻ്റെ വാല്യൂ 1 ആണ് 5x. അപ്പോൾ ഇതിനകത്ത് നമുക്കൊന്ന് ചെയ്ത് നോക്കാം. 5x × 3 ഈക്വൽ ടു 1/3 ആണ്. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ത് ചെയ്യണം 5x × 3 ചെയ്യണം. അതായത് 15x ഈക്വൽ ടു ഇങ്ങനെ ആയിരിക്കണം നിങ്ങൾ ചെയ്യേണ്ടത്. അല്ലാതെ ഇതെടുത്ത് ഒന്നുകൂടെ എഴുതിയിട്ട് ഒരു കാര്യമില്ല. ഈക്വൽ ടു 4x² ഒരു സ്റ്റെപ്പോടെ സ്കിപ്പ് ചെയ്യായിരുന്നു. 3x + 9 ആണ്. നമുക്ക് എന്താ പറയാം 4x² മൈനസ് ഈ 15x ഇപ്പുറത്ത് വരും -12x + 9 ഈക്വൽ ടു 0 എന്ന് കൊടുക്കാം. ഓക്കെ 0 എന്ന് കൊടുക്കാം. ഇനി എന്ത് ചെയ്യാം ഇതെന്ന് പറഞ്ഞാൽ എന്തിൻ്റെ സ്ക്വയർ ആണ് 2x - 3യുടെ ഹോൾ സ്ക്വയർ ആണ്. a² - 2ab + b². ഓക്കെ അതിൻ്റെ സ്ക്വയർ ആണ് 0. അപ്പോൾ ഇത് സ്ക്വയർ 0 ആണെങ്കിൽ 2x - 3 0 ആയിരിക്കും. അപ്പോൾ 2x എന്ന് പറഞ്ഞാൽ 3 എന്ന് കൊടുക്കാം. അപ്പോൾ x എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടും 3/2 എന്ന് കിട്ടും. എക്സിൻ്റെ വാല്യൂ നമുക്ക് എന്ത് കിട്ടി 3/2 കിട്ടി. അതെടുത്ത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും നമുക്ക് ആ ഒരു റിലേഷൻ കിട്ടും. അപ്പോൾ എക്സിന് 3/2 കൊടുക്കുമ്പോൾ a × 3/2 - b/x ആണ്. അപ്പോൾ b ×
2/3 എന്ന് വരും, ഈക്വൽ ടു 1 ആണ്. നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ 9A ഒക്കെ കിടപ്പുണ്ട് ഓപ്ഷനകത്ത്, കിടപ്പുണ്ട് 9A - 4B, 9A - 4B ഇവിടെ കിടപ്പുണ്ട്, ഈക്വൽ ടു ഓക്കെ 9A - 4B ഡിവൈഡഡ് ബൈ 6 ഈക്വൽ ടു 1 ആണ്. അപ്പോൾ നമുക്ക് എന്ത് പറയാം, 9A - 4B. ഓക്കെ, 9A മൈനസ് ആണോ പ്ലസ് ആണോ? നമുക്ക് ഇവിടെ പ്ലസ് ആണല്ലോ, മൈനസ് അല്ല, പ്ലസ് ആണ്. അപ്പോൾ കുഴപ്പമില്ല. 9 - +4B വരുന്ന ഓപ്ഷൻ ഉണ്ട്, ഓപ്ഷൻ ഡി ആണുള്ളത്. 9A + 4B ഈക്വൽ ടു 6 എന്ന് വരും. ഓപ്ഷൻ ഡി എന്ത് ചെയ്യാം, ആൻസർ കൊടുക്കാം. അപ്പോൾ ഈ ഒരു റിലേഷനിൽ നിന്ന് എന്ത് ചെയ്യണം, നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവരണം, എക്സിൻ്റെ വാല്യൂ എടുത്തിട്ട് കൊടുക്കണം എന്നുള്ള ഐഡിയ നിങ്ങൾ വരണം. നല്ല ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റൻ ആണ്, നല്ല ക്വസ്റ്റൻ ആണ്. ഓക്കെ, വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് ഇതിൻ്റെ വാല്യൂ വേണം. ഓക്കെ, ഇത് സിമ്പിളായിട്ട് ചെയ്യാം. നമുക്ക് എന്താ ബോർഡ് മാസ് റൂൾ വെച്ചിട്ട് ചെയ്യാം. അതിന് ഡിവിഷൻ ചെയ്യാം. 15/3 5 കിട്ടും. 5 25 5 30. 30 - 20 × 4/16. ആദ്യം എന്ത് ചെയ്യുക, ഡിവിഷൻ ചെയ്യുക. 4/16 വരുമ്പോൾ 1/4 വരും. 20 × 1/4 5 വരും. പ്ലസ് 12 3 36. 30 36 66 - 5 61. ഓപ്ഷൻ സി നമുക്ക് എന്ത് ചെയ്യാം, ഈസി ആയിട്ട് ആൻസർ ചെയ്യാം. ഓക്കെ, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഇങ്ങനെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം. ഈക്വൽ സം ഓഫ് 16 ലെൻഡ് 2 years അറ്റ് ഡിഫറൻറ്റ് റേറ്റ് ആണ്. സിമ്പിൾ ഇൻട്രസ്റ്റ് ആണ്, സിമ്പിൾ ക്വസ്റ്റ്യൻ. ദ ഇൻട്രസ്റ്റ് ഓൺ ദ ലേറ്റർ വാസ് 2000 മോർ ദാൻ ദ ഫോർമർ. അപ്പോൾ 2000 കൂടുതലാണ്. ദ സം ഓഫ് ദ റേറ്റ് അറ്റ് വിച്ച് പ്രിൻസിപ്പൽസ് ആർ റെന്റ് ഈസ് 16% per annum. അപ്പോൾ അതായത് R1 റേറ്റിൽ മറ്റേത് R2 റേറ്റിലും ആണെങ്കിൽ R1 + R2 എന്ന് പറഞ്ഞാൽ എത്രയാണ് നമുക്ക് വരുന്നത്, 16% ആണ്. ഇനി ക്വസ്റ്റ്യൻ ഒന്ന് ശ്രദ്ധിച്ചേ, വാട്ട് വാസ് ദ ടോട്ടൽ ഇൻട്രസ്റ്റ് ഏൺഡ് ഫ്രം ദ 2 sums. ഇപ്പോൾ ടോട്ടൽ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ, ടോട്ടലിൻ്റെ സം ആയിരിക്കും. അതായത് R1 + R2 എന്ന് പറഞ്ഞാൽ എന്താ, ഒരു വർഷത്തെ റേറ്റ് ആണ്. അപ്പോൾ രണ്ട് സം കൂടെ, ഒരെണ്ണം 10,000 രൂപ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുവാണ്. ടോട്ടൽ 10,000 രൂപ ഉള്ളത്. ഒന്നിനെ R1%, ഇത് കാണുമ്പോൾ തന്നെ എന്ത് ചെയ്യാം, 16 വെച്ച് 2 എത്ര 3200 ആൻസർ കിട്ടും. ഇത് കാണുമ്പോൾ തന്നെ ചെയ്യാം. ഇനി ഞാനിത് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. R1 R2 കൂടെ എന്താണ്, രണ്ടും കൂടെ കൂടുമ്പോൾ 16%. അപ്പോൾ അതായത് 10,000ൻ്റെ 16% ആയിരിക്കും എന്ത് ചെയ്യുന്നത്, 10,000ൻ്റെ ഒരു വാല്യൂ എക്സ് ആണെങ്കിൽ മറ്റേ അതിന് R1% കിട്ടും. മറ്റേത് Y ആണെങ്കിൽ അതിന് R2% കിട്ടും. അപ്പോൾ ഈ X + Y എന്ന് പറഞ്ഞാൽ എന്താണ്, 10,000 രൂപയാണ്. അപ്പം simple interest later was 2000 more than the former. Sum of rate at which principals are earned is 16% per annum. What is the total interest earned from the two sums? അതായത് ടോട്ടൽ പൈസ എത്രയാണ്, 10,000 രൂപ. അപ്പോൾ 10,000 രൂപയ്ക്ക് 16% എന്ത് ചെയ്യുന്നത്, ഒരു വർഷം കിട്ടുന്നത്. ഇപ്പോൾ 2 വർഷമല്ലേ അവർ ഇട്ടേക്കുന്നത്. ഇപ്പോൾ 2 വർഷത്തേക്ക് എന്ത് കിട്ടും, 10,000ൻ്റെ 16% എന്ന് പറഞ്ഞാൽ 1600 ആണ് ഒരു വർഷത്തേക്ക്. അതിൻ്റെ 2 വർഷത്തേക്ക് എത്ര, 3200. ഇത് നമ്മളെ ചുമ്മാ കൺഫ്യൂസ് ചെയ്യിക്കാനാണ് ബാക്കി ഡേറ്റ് തന്നിരിക്കുന്നത്. അപ്പോൾ എന്ത് പറയാം, ടോട്ടൽ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മുടെ ഈക്വൽ സം ആണ്. അതെ, ഈക്വൽ സം ആണ്. അതായത് ഇവിടെ പി ആണെങ്കിൽ ഇവിടെ എന്ത് തന്നെയാണ്, പി ആണ്. അപ്പോൾ ഈക്വൽ സം ഓഫ് ₹10,000. ഒരാൾക്ക് ആദ്യത്താൾക്കും 10,000, രണ്ടാൾക്കും 10,000. അപ്പോൾ 10,000 വെച്ചിട്ട് ഈ 2000ൻ്റെ ഒന്നും ഒരാവശ്യമില്ല. അപ്പോൾ 10,000ൻ്റെ നമ്മളിവിടെ എന്താ ചെയ്യുന്നത്, ഇവിടെ ആ ഒരു പി ആണെങ്കിൽ, പി എന്ന് പറഞ്ഞാൽ നമ്മുടെ എന്താ, ഇവിടെ 10,000 രൂപയാണ്. ഓക്കെ, പി എന്ന് പറഞ്ഞാൽ എത്രയാണ്, 10,000 ആണ്. പിൻ്റെ R1% അധികം പിൻ്റെ R2%, ഇതായിരിക്കും നമുക്ക് ടോട്ടൽ കിട്ടുന്നത്. അതായത് പി എന്ന് പറഞ്ഞാൽ എത്ര, പിയും പിയും കൂടെ കൂടുമ്പോൾ എന്ത് കിട്ടും, നമ്മുടെ 20,000 രൂപ കിട്ടും. P × R1 + R2. അപ്പോൾ 20,000 എന്ന് പറഞ്ഞാൽ 2 വർഷത്തെ. P × R1 + R2% ആണ് നമുക്ക് എന്ത് കിട്ടുന്നത്, ടോട്ടൽ ഇൻട്രസ്റ്റ് കിട്ടുന്നത്. R1 + R2 16%. P എന്ന് പറഞ്ഞാൽ 10,000 ആണ്. 10,000ൻ്റെ 16% 1,600 ആണ്. ഓക്കെ, 1,600 ആണ്. ഇങ്ങനെ ഇത് ഒരു വർഷത്തെയാണ്, 2 വർഷത്തെ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ സിമ്പിളായിട്ട് നോക്കി തന്നെ ചെയ്യാം. ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. 2000 മോർ ദാൻ എന്നൊന്നും ഒരാവശ്യമില്ല. ചുമ്മാ നമ്മളെ കൺഫ്യൂസ് ചെയ്യാൻ വേണ്ടിയാണ് എന്ത് ചെയ്തിട്ടുള്ളത്, അത് തന്നിട്ടുള്ളത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വർക്കിംഗ് 3 hours a day, 22 men കൺസൾട്ട് 20 days. വർക്കിംഗ് 5.5 a day, 8 men കണ്ടേഴ്സ് റോഡ് ഇൻ എത്ര ഡേയ്സ്. അപ്പം M1 അത് തന്നെ നോക്കി തന്നെ ചെയ്യാം. അപ്പോൾ 3 വെട്ടാൻ വേണ്ടി ആരുമില്ല, 22 വെട്ടാൻ വേണ്ടി ഇവിടെ 11/2 11, ഇവിടെ 2 വരും 4 4 3 12 12 12 4 പോയി 3 3 3 3 30. ഓപ്ഷൻ സി എന്ത് ചെയ്യാം, മാർക്ക് ചെയ്യാം. ഇതൊക്കെ ഇങ്ങനെ നിങ്ങളൊന്ന് ചെയ്ത് നോക്കണം. പേന എടുക്കാതെ പെൻ ഫ്രീ ആയിട്ട് ഈ ക്വസ്റ്റിനൊക്കെ ഒന്ന് ചെയ്ത് നോക്കണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ലെവൽ തന്നെ മാറും. അപ്പോൾ അതിന് വേണ്ടിയാണ് നിങ്ങൾക്ക് ഈ ഒരു ചാനൽ, നിങ്ങൾക്ക് ആരും ഇത് പറഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ ചാനൽ തുടങ്ങിയിരിക്കുന്നത്. ഇങ്ങനെ ഒരു സൊല്യൂഷൻ നിങ്ങൾക്ക് ആരും പറഞ്ഞിട്ടില്ല. ഇങ്ങനെ തന്നെ ചെയ്യണം. നിങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റും. ഞാനെന്ത് ചെയ്യാം, ഇനി എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. നമുക്കറിയാം M1 D1 T1 = M2 D2 T2. അതൊക്കെ നിങ്ങൾക്ക് അറിയാം. LCM SCFൻ്റെ ഏകലവ്യ ബാച്ച് കണ്ടാൽ മതി. ഓക്കെ, അപ്പം ടോട്ടൽ വർക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണ്, 3 × 3 പേര് 22, 3 മണിക്കൂർ 22 പേര് 20 ദിവസം കൊണ്ട്. ഇത് തന്നെയാണ് ഇത് ചെയ്യുന്നത്. 5.5 × 8 നമുക്ക് വേണ്ടുന്ന ആൻസർ. ഈ 5.5 എന്ന് പറഞ്ഞാൽ 11 പേരുണ്ടാ. അപ്പോൾ 11 ഇതുമായിട്ട് വെട്ടി 2 വരും. അടിയിലുള്ള 2 കൂടെ ചെയ്തെന്തായി, ഇത് 4 ആയി. 5.5 കഴിഞ്ഞു. 8-നുള്ളൊരു 4 ഇവിടെ പോയി ഇവിടെ 5 ആയി. 8-നുള്ള 2 എവിടെ വന്നു, ഇവിടെ വന്നു 2 ആയി. അപ്പോൾ 5 2 10 3 30 ആൻസർ കിട്ടി. ഇതെന്ത് ചെയ്യണം, മൈൻഡ് ചെയ്യണം. ഇത് മൈൻഡ് ചെയ്യണമെങ്കിൽ ഡെയിലി മാത്സിൻ്റെ എക്സസൈസ് ചെയ്തേ പറ്റും. അതുകൊണ്ടാണ് ഈ ഒരു സൊല്യൂഷൻ ഞാൻ നിങ്ങൾക്ക് ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് നിങ്ങൾ ആ ഒരു സൊല്യൂഷൻ പഠിക്കേണ്ടത്, എന്തുകൊണ്ടാണ് ഡെയിലി മാത്സിൻ്റെ എക്സസൈസ് ചെയ്യേണ്ടത്. എക്സിഡ് ആംഗിൾ ഓഫ് എ റെഗുലർ പോളിഗൺ എന്നിട്ട് ഫൈനൽ നമ്പർ ഓഫ് സൈഡ്. അപ്പോൾ ഇത് സിമ്പിളാണ്. ഒരു പോളിഗണിൻ്റെ എക്സിഡ് ആംഗിളിൻ്റെ സമ്മം എന്ന് പറഞ്ഞാൽ എത്ര ആയിരിക്കും, 360 ഡിഗ്രി ആയിരിക്കും. അങ്ങനെ 360 വെച്ചിട്ട് റെഗുലർ പോളിഗൺ എന്ന് പറഞ്ഞാൽ എന്താ, എല്ലാ സൈഡും ഈക്വൽ ആയിരിക്കും. അപ്പോൾ 360 വെച്ചിട്ട് ഒരു ആംഗിൾ 18 വെച്ച് 360 18 എന്ന് പറയുമ്പോൾ 20. ഇതും പേന എടുക്കാതെ പെൻ ഫ്രീ ആയിട്ട് ചെയ്യേണ്ട ക്വസ്റ്റൻ ആണ്. അപ്പോൾ എത്ര ആൻസർ കിട്ടും, ഓരോ സൈഡും ഓരോ എക്സിഡ് ആംഗിളും 18 ഡിഗ്രി വെച്ച് ടോട്ടൽ കാര്യം എന്ന് വെച്ചാൽ എല്ലാം എന്താണ്, ഈക്വൽ ആണ്. റെഗുലർ പോളിഗൺ എന്ന് പറഞ്ഞാൽ എല്ലാ സൈഡും ഈക്വൽ ആണ്. അപ്പോൾ 20 സൈഡുള്ള ഒരു പോളിഗൺ ആണ്. എങ്കിലും എന്ത് വരത്തുള്ളൂ, ഓരോന്നിലും
എത്ര വെച്ച് 18 വെച്ച് 360 ടോട്ടൽ എടുത്തുള്ളൂ. ഈ ക്വസ്റ്റ്യൻ വായിച്ചു നോക്കേ. ഇവിടെ നോക്കേ, liquid X contains 20% of chemical X which has 70% of water. Assuming there is no water in the remaining portion of liquid, how many liters of liquid X are needed to obtain 1400 ലിറ്റർ വാട്ടർ? അപ്പോൾ ഇവിടെ 100 ലിറ്റർ എക്സ് ആണുള്ളതെന്ന് വെച്ചോ. അതിനകത്ത് 20% കെമിക്കൽ. അപ്പോൾ ഇതിനകത്ത് 20 ലിറ്റർ എന്താണ്? 100 ലിറ്ററിനകത്ത് 20 ലിറ്റർ കെമിക്കലാണ്. അതിനകത്ത് 70% എന്താണ്? വാട്ടറാണ്. അപ്പോൾ ഈ 80ൻ്റെ ആവശ്യമില്ല, ബാക്കി എടുക്കേണ്ട. കെമിക്കൽ എക്സ് ഇതാണ്. 100ൽ 20 കെമിക്കൽ എക്സ് ഉണ്ട്, അതിനകത്ത് അതിൻ്റെ 70%, ഇതിൻ്റെ 70% ബേസ് ശ്രദ്ധിച്ചോണം കേട്ടോ. പെർസെൻറ്റേജിൻ്റെ സിമ്പിൾ ക്വസ്റ്റൻ ആണ്, അത് ഏകലവ്യ ബാച്ചിൽ പറയുന്നുണ്ട്, പഠിപ്പിക്കുന്നുണ്ട്. ഇതിൻ്റെ 70% എന്ന് പറഞ്ഞാൽ എത്രയാണ്? 14. അപ്പം 100 ലിറ്റർ സാധനം എടുക്കുവാണെങ്കിൽ, 100 ലിറ്റർ ലിക്വിഡ് എക്സിന് എടുക്കുവാണെങ്കിൽ ഇതിനകത്ത് കെമിക്കൽ എക്സ് ആണ്, ഇത് ലിക്വിഡ് എക്സ് ആണ്. അപ്പോൾ 100 ലിറ്ററിൽ എത്രയാണുള്ളത്? 14 ലിറ്ററാണ് വാട്ടർ ഉള്ളത്. അപ്പോൾ ഹൗ മെനി ലിറ്റേഴ്സ് ഓഫ് ലിക്വിഡ് എക്സ് ആർ നീഡഡ് ടു ഒബ്റ്റെയിൻ 1400 ലിറ്റർ ഓഫ് വാട്ടർ? അപ്പോൾ ഇതിൻ്റെ വാട്ടർ എന്തായി? ഇവിടെ 1400 ആണ്. അപ്പം 100ന് 14 ആണ്. അങ്ങനെയാണെങ്കിൽ 1400 ആവാൻ വേണ്ടി എന്ത് ചെയ്യണം? എത്ര കൊണ്ട് ഗുണിച്ചേക്കുന്നത്? 14നെ 100 കൊണ്ട് ഗുണിച്ചേക്കുക. അപ്പോൾ 1400 എന്ത് ചെയ്യണം? 100 കൊണ്ട് ഗുണിക്കണം. അതായത് 100നെ എന്ത് ചെയ്യണം? 100 കൊണ്ട് ഗുണിക്കണം. അപ്പം 100 ലിറ്ററിന് 14 ആണ്. അപ്പോൾ 14 1400 ആവാൻ വേണ്ടി എത്ര കൊണ്ട് ഗുണിച്ചേക്കുന്നത്? 100 കൊണ്ട് ഗുണിച്ചേക്കുന്നത്. ഇവിടെ അല്ല, 14 1400 ആവാൻ വേണ്ടി 100 കൊണ്ട് ഗുണിച്ചേക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ 100ൻ്റെ വാല്യൂ എന്താവണം? 100ൻ്റെ വാല്യൂനെയും എന്ത് ചെയ്യണം? 100 കൊണ്ട് ഗുണിക്കണം. അതായത് 100 100 1 കഴിഞ്ഞിട്ട് എത്ര പൂജ്യം? 4 പൂജ്യം. 1 2 3 4 ഓപ്ഷൻ സി എന്ത് ചെയ്യാം? മാർക്ക് ചെയ്യാം. ഈസി ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ്. ജസ്റ്റ് ആ കൺസെപ്റ്റ് മാത്രം പറഞ്ഞാൽ മതി. നമ്മുടെ പെർസെൻറ്റേജിൻ്റെ PQRൽ PS ഉം QS ഓക്കെ, അത് വരയ്ക്കേണ്ടി വരും. PQRലും PS ഉം QS ഉം ബൈസെക്ട് ആംഗിൾ P ആൻഡ് Q റെസ്പെക്റ്റീവ്ലി. ഓക്കെ ഓക്കെ, Pയും ഇവിടെ P എഴുതാം, PQR. ഓക്കെ, അപ്പോൾ Pയും PS ഉം QS ഇതാ പിന്നെ ബൈസെക്റ്റീവ് ആണ്. അപ്പോൾ ഇത് ആംഗിൾ എന്താണ്? ഇൻസെൻറ്റർ ആണ്. ഓക്കെ, PSQ എത്രയാണ്? 138. PSQ അപ്പോൾ ഇതാണ് ഇത് ഇൻസെൻറ്റർ ആണ്, നമുക്ക് എസ് എന്ന് കൊടുക്കാം. PSQ 138 ആണ്. ഫൈൻഡ് ദ മെഷർ ഓഫ് PRQ ഇതാണ് വേണ്ടത്. അപ്പോൾ എന്ന് പറഞ്ഞാൽ എന്താണ്? 90 പ്ലസ് ഇവിടുത്തുള്ള വാല്യൂ, ഇത് തീറ്റ ആണെങ്കിൽ θ/2 ആണ്. നമുക്ക് എത്ര തന്നിട്ടുള്ളത്? ഇത് പേൻ എടുക്കാൻ ചെയ്യാം 138. അപ്പോൾ നമുക്ക് എത്ര? θ/2 എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 48 കിട്ടും. തീറ്റ എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടും? 48 × 2 96 കിട്ടും. ആൻസർ എല്ലാം അടുത്തടുത്താണ്, അതുകൊണ്ട് ശ്രദ്ധിച്ച് കാൽക്കുലേഷൻ ചെയ്യണം. A ആൻഡ് B സ്റ്റാർട്ടഡ്. ഓക്കെ, ഇത് നമുക്ക് റേഷ്യോ കിട്ടും 45 64 റേഷ്യോ, വേറെ ഒന്നുമില്ല, 45 64 റേഷ്യോ. അടുത്ത എൻഡ് ഓഫ് ഇയർ ഇത്രയാണ് പ്രോഫിറ്റ്. വാട്ട് ഇസ് ദ ഷെയർ ഓഫ് B? അപ്പോൾ നമുക്ക് എന്താ? 45 64 ടോട്ടൽ 45, ഇതാണ് റേഷ്യോ. 45 64 എത്ര? 109. 109 ഡിറ്റ് സം അടിയിൽ എന്ത് വരും? 1 വരും. വേറെ ഒന്നും നോക്കണ്ട, നമുക്ക് ഷെയർ ഓഫ് ബി ആവശ്യമുള്ള ഷെയർ ഓഫ് ബി എന്ന് പറഞ്ഞാൽ 64. 1 8 1 9 2 ഡിറ്റ് സം എത്ര ആയിരിക്കും? 2 ആയിരിക്കും. ഡിറ്റ് സം 2 വരുന്നത് 13 ഇതല്ല, 27 29 ഇത് 2 ആണ്, ഇത് 14 5 ആണ്, ഇതല്ല 10 ആണ്, ഇതല്ല. ഓപ്ഷൻ ബി എന്ത് ചെയ്തു? മാർക്ക് ചെയ്തു. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു? ഈ ക്വസ്റ്റ്യൻ എങ്ങനെയാണ് ഞാൻ ചെയ്തത്? പാർട്ട്ണർഷിപ്പ് നിങ്ങൾക്ക് ഞാൻ ക്ലാസ് എടുത്ത് തന്നിട്ടുണ്ട്. പാർട്ട്ണർഷിപ്പിൻ്റെ ക്ലാസ് കാണുക, ക്ലാസ് കൺസെപ്റ്റ് മനസ്സിലാക്കുക, എന്നിട്ട് എന്ത് ചെയ്യുക? നിങ്ങൾ ഇതുപോലെ പ്രാക്ടീസ് ചെയ്യുക. ഡിറ്റ് സം അതിന് വേണ്ടിയാണ് നിങ്ങൾക്ക് തന്നിട്ടുള്ളത്. ഇപ്പോൾ ചിലർ പറയും ഡിറ്റ് സം ഒക്കെ വെറുതെ ആണെന്ന്. ഡിറ്റ് സം വെറുതെ അല്ല, അത് കാണിച്ചു തരാൻ വേണ്ടിയാണ് നിങ്ങൾക്ക് ഈ സൊല്യൂഷൻ ഞാൻ ചെയ്യുന്നത്. ഡിറ്റ് സം വെറുതെ അല്ല എന്നുള്ള കാര്യം കാണിച്ചു തരാൻ വേണ്ടിയാണ് നിങ്ങൾക്ക് ഈ സൊല്യൂഷൻ ചെയ്യുന്നത്. മനസ്സിലാവുന്നവർ മനസ്സിലാക്കി എടുക്കുക. ഇത് അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് നിങ്ങൾക്ക് ബാക്കിയുള്ളവരെക്കാളും നല്ല രീതിയിൽ എന്ത് ചെയ്യാം? സ്കോർ ചെയ്യാൻ ഒരു രക്ഷയില്ലാത്ത മെത്തേഡുകളാണ് ഇതെല്ലാം. ഇതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം? പഠിക്കണം. ഇതെന്താ ഞാൻ ഇതിൻ്റെ ഡീറ്റെയിൽ സൊല്യൂഷൻ പറയുമ്പോൾ നിങ്ങൾക്ക് എന്താവും? മനസ്സിലാവും. ഇങ്ങനെ ചെയ്യാം. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ വരുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ഇങ്ങനെ ട്രൈ ചെയ്യണം. അപ്പോൾ ഇവരുടെ ഇൻവെസ്റ്റ്മെൻറ്റ് റേഷ്യോ എന്ത് കിട്ടും? 45. ഈ 0.2 വെട്ടി കളഞ്ഞിട്ട് 45/64. അപ്പോൾ ഇവിടെ ഒരു വർഷമാണ്, രണ്ടുപേരും സെയിം ടൈമിലാണ് ഇട്ടേക്കുന്നത്. അപ്പോൾ പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻറ്റു ടൈമിൻ്റെ റേഷ്യോയിലായിരിക്കും ഡിവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഇതായിരിക്കും അവരുടെ ഡിവൈഡ് ചെയ്യുന്ന റേഷ്യോ. അപ്പോൾ പ്രോഫിറ്റ് ഇത്രയാണ്. അതായത് 1028 ഇങ്ങനെയാണ് ഡിവൈഡ് ചെയ്യുന്നത് രണ്ടുപേർക്കുമായിട്ട്. എക്ക് 45 യൂണിറ്റും ബിക്ക് 64 യൂണിറ്റും. അപ്പോൾ ഇവിടെ നോക്ക്, ടോട്ടൽ എത്ര? 45 67 109. ടോട്ടൽ 109 എന്ത് ചെയ്യുന്നത്? 109 വാല്യൂ ഇത്ര തന്നിരിക്കുന്നത്. നമുക്ക് ബിയുടെ വാല്യൂ എത്രയാണ്? 64. അപ്പോൾ ഇവിടെ ഡിറ്റ് സം നമ്മൾ എഴുതാതെ തന്നെ ഡിറ്റ് സം തന്നെ ഇവിടെ അപ്ലൈ ചെയ്യുന്നത്. അടിയിലൊന്ന് വരും, പിന്നെ നോക്കണ്ട. 8 9 ഇത് 2 ആണ്, 6 4 10 1 ആണ്. 2 × 1 ഡിറ്റ് സം എത്രയാണ് വരുന്നത്? 1 ആണ് വരുന്നത്. അപ്പോൾ ഇത് എഴുതി ചെയ്താലും എന്താണ്? സ്പീഡാണ്. എഴുതിയാതെ എന്ത് ചെയ്യാം? നിങ്ങൾക്ക് ചെയ്യാം. ചെറിയ ക്വസ്റ്റൻ ആണെങ്കിൽ എഴുതാതെ തന്നെ എന്ത് ചെയ്യാം? പ്രാക്ടീസ് ചെയ്തോളാം. ഓക്കെ, ക്വസ്റ്റൻ നോക്ക്. 3 years hence the ages of A and B in the ratio ഇത് 13 years ago റേഷ്യോ തന്നിട്ടുണ്ട്. ഇപ്പോൾ 2:3 ആയിരുന്നു എവിടെ? 13 years ago. ഇത് നമ്മൾ ഷോർട്ട് വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട്. അർജുന ബാച്ചിലും ചെയ്തിട്ടുണ്ട്. ഓക്കെ, 3 years hence എന്ന് പറഞ്ഞാൽ എത്രയാണ്? 4:5 ആണ്. എത്രയാണ്? ഇപ്പോൾ 3 years കഴിഞ്ഞിട്ട്. അപ്പോൾ ഡിഫറൻസ് എത്രയാണ്? 1 ആണ്. ഇവിടെ ഡിഫറൻസ് 1 ആണ്. ഏജിൻ്റെ പ്രോബ്ലത്തിൽ എന്താണ്? ഏജിൻ്റെ ഡിഫറൻസ് എപ്പോഴും എന്തായിരിക്കും? സെയിം ആയിരിക്കും. അപ്പോൾ ഇവിടെ ഡിഫറൻസ് 1 ആണ്. ഇപ്പോൾ ഇതെത്ര വരുന്നത്? റേഷ്യോയിൽ 2 യൂണിറ്റ് കൂടുമ്പോൾ എത്ര കൂടിയത്? -13 നിന്ന് +3 എത്താൻ വേണ്ടി എത്ര വേണം? 16. 2ൻ്റെ വാല്യൂ 16 ആണ്. അപ്പോൾ റേഷ്യോയിൽ 1 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 8 ആണ്. റേഷ്യോയിൽ 4 എന്ന് പറഞ്ഞാൽ എത്രയാണ്? ആരുടെ വേണമെന്ന്? പെർസെൻറ്റേജ് ഓഫ് എ. അപ്പോൾ റേഷ്യോയിൽ 4 ഇത് കണ്ടുപിടിക്കാം. റേഷ്യോയിൽ 4 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 2 8 1 എന്ന് പറഞ്ഞാൽ 8 ആണ്. 8 4 32 വയസ്സാണ്. ഇപ്പോൾ നമ്മുടെ പ്രസൻറ്റിൽ നിന്ന് 3 വയസ്സ് കൂടുതലുള്ളത് 32. അപ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ വയസ്സ് പ്രസൻറ്റ് വയസ്സ് എന്ന് പറഞ്ഞാൽ എത്ര ആയിരിക്കും? ഇതിന് 3 വയസ്സ് കുറയ്ക്കുക. 32 3 വർഷം എത്ര ഇടും? 29. ഈസി ആയിട്ട് ആൻസർ കിട്ടും. അടുത്ത ക്വസ്റ്റ്യൻ. 3 years. ഓക്കെ, ഇൻ ആൻ എക്സാം ആവറേജ് മാർക്ക് ബോയ്സ് തന്നിട്ട് ഗേൾസ് തന്നിട്ട് ആവറേജ് മാർക്ക് ഓഫ് ദ സ്റ്റുഡൻസ് ഇത് 80 ആൻഡ് നമ്പർ ഓഫ് ഗേൾസ് തന്നിട്ട് നമ്പർ ഓഫ് ബോയ്സ്. ഇത് പേൻ എടുക്കാൻ ചെയ്യാൻ പറ്റും. അലിഗേഷൻ്റെ ക്ലാസ് ആയിട്ടുള്ള ഇത് നടുക്ക് വരും 80. അവിടെ 14 ഇവിടെ 10 അല്ലേ? ആവറേജ് മാർക്ക് ബോയ്സും ഗേൾസും സ്റ്റുഡൻറ്റ്. ഓക്കെ, ഇവിടെ 14. ഓക്കെ, 14
മറ്റടുത്ത് 10 അപ്പം 5ഉം 7ഉം 7ൻ്റെ വാല്യൂ ആണ് 35, 5ൻ്റെ വാല്യൂ 20. എന്ത് ചെയ്തു? ഞാൻ പെൻ എടുക്കുക ചെയ്തു, പെൻ ഫ്രീ ആയിട്ട് ചെയ്തു. അതിനുവേണ്ടിയാണ് നിങ്ങൾക്ക് മെത്തേഡും ക്ലാസ്സുകളും തന്നിട്ടുള്ളത്. ഓക്കെ, ഇവിടെ എന്താ ചെയ്യുന്നത്? അവർ അലിഗേഷനാണ് ഉപയോഗിക്കുന്നത്. ബോയ്സിൻ്റെ 94, ഗേൾസിൻ്റെ 70, ടോട്ടൽ 80. ഈ ഡിഫറൻസ് ഇവിടെ 10, ഈ ഡിഫറൻസ് ഇവിടെ 14. ഓക്കെ, ഇതിൻ്റെ എല്ലാ ക്ലാസ്സുകളും നിങ്ങൾക്ക് അർജുന ബാച്ചിൻ്റെ സെക്കൻഡ് ക്ലാസ് പെർസെൻറ്റേജിൻ്റെ സെക്കൻഡ് ക്ലാസ്സിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. 5:7 കിട്ടും. അതായത് ബോയ്സിൻ്റെ എണ്ണവും ഗേൾസിൻ്റെ എണ്ണവും റേഷ്യോ കിട്ടി. 7ൻ്റെ വാല്യൂ വന്നിട്ട് 35, 5ൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ എത്ര വരും? 7 × 5 ആണ്. ഓക്കെ, 25 അല്ലേ? 25 5ൻ്റെ വാല്യൂ. ഓക്കെ, അത് ശ്രദ്ധിച്ചോണം, 20 അല്ല. ഓക്കെ, ഞാൻ നിങ്ങൾക്ക് ഇത് പഠിപ്പിച്ചുകൊണ്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ 7ൻ്റെ വാല്യൂ 7 × 5 ആണെങ്കിൽ 5ൻ്റെ വാല്യൂ 5 × 5 എത്രയാണ്? 25. ഓപ്ഷൻ ബി ചെയ്യാം. ഓക്കെ, അങ്ങനെ തന്നെ ചെയ്യുക കേട്ടോ. പേനെടുക്കാൻ ചെയ്യുന്നു. ഓക്കെ, ഹലോ. സാർ. ഇപ്പോൾ ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നല്ല ക്വസ്റ്റ്യൻ ആണ്. നോക്കുക. ഓക്കെ, ഇയാൾ ബോട്ട് എ സ്പോർട്സ് ബൈക്ക് ഫ്രം ഹോണ്ട. അതെന്തോ ആയിക്കോട്ടെ, നമ്മൾ ഈ കഥയൊന്നും വായിക്കാൻ നിൽക്കണ്ട. മേടിച്ചു. സെല്ലിംഗ് പ്രൈസ് ഓഫ് ബൈക്ക് ഇത്രയായിരുന്നു. 20% ഡിസ്കൗണ്ടും 15% ഡിസ്കൗണ്ടും ഉണ്ട്. 10% ടാക്സും കൊടുക്കുന്നുണ്ട്. ആഫ്റ്റർ എ മന്ത് അവളെ വിൽക്കുന്നുണ്ട്. ആർക്കാണ്? 19,000 രൂപയ്ക്കാണ്. ഇത്രയും രൂപയ്ക്കാണ് വിൽക്കുന്നത്. 1,90,000 വിൽക്കുന്നത്. 1,504 രൂപ കുറച്ചാണ് നിന്ന് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ എന്ത് ചെയ്യേണ്ടതാണ്? സെക്കൻഡ് ടൈം ചെയ്യേണ്ടത്. ഫസ്റ്റ് ടൈം ചെയ്യേണ്ട ക്വസ്റ്റ്യൻ അല്ല. സെക്കൻഡ് ടൈമിൽ ലാസ്റ്റ് റൗണ്ട്, സെക്കൻഡ് ടൈം അല്ലെങ്കിൽ ലാസ്റ്റ് റൗണ്ടിൽ ചെയ്യേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. ഫൈൻഡ് അയാളുടെ. ഓക്കെ, ആ ഒരു പേര് തന്നേക്കുന്ന തന്നെ എന്തിനാണ്? നമ്മളെ ഇതാക്കാൻ വേണ്ടി. ചുമ്മാ അതൊന്നും വായിക്കണ്ട. അയാളുടെ എന്ന് വായിച്ചാൽ അയാളുടെ പ്രോഫിറ്റ് ഓർ ലോസ് പെർസെൻറ്റേജ് ഇൻ ദ ട്രാൻസാക്ഷൻ. പ്രോഫിറ്റ് ഓർ ലോസ് ആണ് വേണ്ടത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഇത് കാൽക്കുലേഷൻ ആണ്. ഇത് ഡെയിലി മാത്സിൻ്റെ എക്സസൈസ് ചെയ്യാത്തവർക്ക് ഇത് തൊടാൻ പോലും പറ്റത്തില്ല. അപ്പോൾ ഞാനിത് കാൽക്കുലേഷൻ ചെയ്യുന്ന വഴിയൊന്നും കണ്ടോണ്ട് ഇത് തൊടാൻ പറ്റത്തില്ല. കാൽക്കുലേഷൻ സ്പീഡില്ലെങ്കിൽ ഇത് ലീവ് ചെയ്ത് കളയാനേ ഉള്ളൂ. പക്ഷേ സ്പീഡുള്ളവന്മാർ എന്ത് ചെയ്യും? ഇത് 2 മിനിറ്റ് എടുത്തിട്ടായാലും ഇത് ചെയ്തു പോകും. 2 മിനിറ്റ് ഒന്നും എടുക്കരുത്, 1.5 മിനിറ്റിൽ നമുക്ക് ചെയ്യാം. അപ്പോൾ ഇത്രയും രൂപയാണ് 2,40,000. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ പറഞ്ഞാൽ എളുപ്പമായിരിക്കും. 2,40,000 20% ഡിസ്കൗണ്ട് എത്രയാണ്? 24,000 10%. അങ്ങനെ ചെയ്തേ പറ്റും. പെർസെൻറ്റേജ് അറിയാതെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇത് ഞാനിവിടെ സൊല്യൂഷനാണ് ചെയ്യുന്നത്. ഓക്കെ, 48,000 കുറഞ്ഞ് 1,92,000. ഫസ്റ്റ് സ്റ്റെപ്പ് ഇതാണ്. പിന്നെ എന്ത് ചെയ്തു? 15%. പിന്നെ ഡിസ്കൗണ്ട് 15% എന്ന് പറഞ്ഞാൽ 10% 192,000. അതിൻ്റെ 5% ഇതിൻ്റെ പകുതി. അപ്പോൾ 19 പകുതി എന്ന് പറയുമ്പോൾ 19,200. അങ്ങനെ പകുതി എടുത്താൽ മതി. 19,200 പകുതി എന്ന് വെച്ചാൽ 9,600 അപ്പോൾ എത്രയാണ്? 800. 28,800 എന്ത് ചെയ്യും? ഇതിനകത്ത് പിന്നെ ഡിസ്കൗണ്ട് 28,800 കുറയ്ക്കും. അപ്പോൾ 0,0 2 11,3. ഓക്കെ അല്ലേ? 11,3. ഓക്കെ, 8 പോയാൽ 6. അപ്പോൾ 160. 1,63,200 അവന് കിട്ടേണ്ടത്. പക്ഷേ എന്ത് ചെയ്തു? ടാക്സ് അടച്ചു. ടാക്സ് എത്രയാണ്? ഇതിൻ്റെ 10%. ഇതിൻ്റെ 10% എന്ന് പറഞ്ഞാൽ കാൽക്കുലേഷൻ ആണ്, വേറെ ഒരു വഴിയില്ല. 16,320. 16,320. ഓക്കെ, ഇതാണ് അവൻ്റെ 16,320. ഓക്കെ, അപ്പോൾ ഇതാണ് അവൻ്റെ ടാക്സ്. അവൻ ടോട്ടൽ എത്രയായി? 20. ബാക്കി അല്ലേ? 20 32 95. ഓക്കെ, 16 1 17. 179,520 അവന് ചിലവ്. അവന് കിട്ടിയ എത്ര രൂപയാണ്? 1,90,000 നിന്നും എന്ത് ചെയ്തു? 1,504 കുറച്ചു. അപ്പോൾ 1,504 കുറയ്ക്കുമ്പോൾ എത്ര വരും? ഇത് 1,90,000 അതിനകത്ത് 1000 കുറച്ചാൽ 1,89,000. അതിനകത്ത് 500 കുറച്ചാൽ 1,88,500. അപ്പോൾ 1,88,496 അല്ലേ? 1,88,496. അപ്പോൾ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുകൂടെ എളുപ്പമായിരിക്കും കുറയ്ക്കാനൊക്കെ. അപ്പോൾ ഇത്രയാണ് എന്ത് ചെയ്തത്? അവന് പ്രോഫിറ്റ് കിട്ടിയത്. അതായത് ഇത്രയാണ് അവൻ്റെ കയ്യിൽ നിന്ന് പോയത്. 1,79,520. അതിനകത്ത് അവന് എത്രയാണ് കിട്ടിയത്? ഇത്രയും രൂപയാണ് കിട്ടിയത്. ഇപ്പോൾ നോക്കാം എത്ര പെർസെൻറ്റേജ് ആണെന്ന്. വേറൊരു വഴിയില്ല. എത്രയാണ് അവന് ലാഭം? എത്ര അധികം ഉള്ളത്? അപ്പോൾ കുറയ്ക്കുക. 6 6 0 പോയാൽ 6. 9 2 പോയാൽ 7. അടുത്ത 4 14 5 പോയാൽ ഇവിടെ 4 14 5 പോയാൽ 9. ഇവിടെ എന്താ? 7 7 9 പോകത്തില്ല. 17 9 പോയാൽ 8. 17 9 പോയാൽ 8. ഓക്കെ, അടുത്ത ഓക്കെ 7 7 0. ബാക്കി 0. ഓക്കെ, 8,976. അപ്പോൾ 8,976 എന്ന് പറഞ്ഞാൽ എത്ര ശതമാനം? നോക്ക്, ഓപ്ഷനകത്ത് നോക്ക്. ഇതിൻ്റെ 10% അല്ല, 10% ഇതാണ്. അതിൻ്റെ പകുതിയിൽ എഴുതി വെച്ചേക്കുന്നത് 6 6 × 2 12. അപ്പോൾ 8 9 7 6 × 2 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 17,952. അതായത് ഇതിൻ്റെ 10% എന്ന് പറഞ്ഞാൽ 17,952. അതിൻ്റെ പകുതിയാണ് എഴുതി വെച്ചേക്കുന്നത്. 8 9. അതെ, 8 9 8 9 15 7 6. ഓക്കെ, എന്ന് പറഞ്ഞാൽ എത്ര ശതമാനമാണ്? 5% ലാഭം. അപ്പോൾ ഇത് എല്ലാവർക്കും വേണ്ടിയുള്ള ക്വസ്റ്റ്യൻ അല്ല. ഇത് കാൽക്കുലേഷൻ സ്പീഡ് ഉള്ളവർക്ക് വേണ്ടി മാത്രമുള്ള ക്വസ്റ്റ്യൻ ആണ്. മാക്സിമം ട്രൈ ചെയ്യുക. നിങ്ങൾക്ക് തെറ്റാവുന്നെങ്കിൽ അത് കമൻ്റ് ആയിട്ട് പറയാം കേട്ടോ.
ഓക്കെ, അടിപൊളി ക്വസ്റ്റൻ ആണ്. അത് സ്കിപ്പ് ചെയ്യേണ്ട ടൈപ്പ് ക്വസ്റ്റൻ ആണ്. പക്ഷേ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ള കാര്യമില്ല. കാൽക്കുലേഷനാണ് നിങ്ങൾ എന്ത് ചെയ്യുന്നത് അവിടെ സഹായിക്കുന്നത്. അതിന് ഡെയിലി എക്സസൈസ് ചെയ്യുക. അതുകൊണ്ടാണ് എല്ലാ ക്ലാസ്സിലും ഞാൻ പറയുന്നത് ട്രയാങ്കിൾ പി ക്യു ആറിൽ ഇന്റേണൽ ബൈസെക്ടർ ക്യൂ, എക്സ്റ്റീരിയർ ബൈസെക്ടർ ആർ, മീറ്റ് അറ്റ് പോയിന്റ് എസ് ആണ്. പി തന്നിട്ടുണ്ട്, ഇതിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ഇതിൻ്റെ പകുതിയായിരിക്കും. നമ്മളൊരു ഫോമുല പഠിച്ചിട്ടുള്ളതാണ്. അതായത് ഒരു ട്രയാങ്കിൾ ഇതൊക്കെ പഠിച്ചിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ഇങ്ങനെ ടക്കനെ മാർക്ക് ചെയ്ത് പോവാം, അല്ലെങ്കിൽ അവിടെ ഇരിക്കത്തേ ഉള്ളൂ. പി ക്യു ആറിൽ ഇന്റേണൽ ബൈസെക്ടർ ഓഫ് ക്യൂ ആൻഡ് എക്സ്റ്റീരിയർ ആംഗിൾ ബൈസെക്ടർ ഓഫ് ആർ. അപ്പോൾ ആറിൻ്റെ എക്സ്റ്റീരിയർ ആംഗിൾ ബൈസെക്ടറും ഇതിൻ്റെ ഇന്റീരിയർ ആംഗിൾ ബൈസെക്ടറും എന്ത് ചെയ്യുന്നു, ഇവിടെ മീറ്റ് ചെയ്യുന്നു. അപ്പോൾ ഈ ആംഗിൾ തീറ്റ ആണെങ്കിൽ, മൂന്നാമത്തെ ആംഗിൾ ഇത് തീറ്റ ആണെങ്കിൽ, ഇവിടെ ഉണ്ടാക്കുന്ന എക്സ്റ്റീരിയർ ആംഗിളും ഇന്റീരിയർ ആംഗിളും ബൈസെക്ടറോടെ കൂട്ടിമുട്ടുന്ന പോയിന്റ് ഉണ്ടാക്കുന്ന ആംഗിൾ എന്തായിരിക്കും, θ/2 ആയിരിക്കും. അപ്പോൾ ഈ തീറ്റയുടെ വാല്യൂ വന്നിട്ടുള്ളത് എത്ര, 78, അതിൻ്റെ പകുതി 39. ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ആ ഒരു ക്വസ്റ്റ്യൻ മാത്രമേ ഉള്ളായിരുന്നു ലെങ്ത് ആയിട്ടുള്ളത്. ലെങ്ത് ഓഫ് എ ടാൻജന്റ് ഫ്രം പോയിന്റ് എ അറ്റ് ഡിസ്റ്റൻസ് 5 cm സെന്റർ 4 റേഡിയസ് ഓഫ് സർക്കിൾ. അപ്പോൾ 3, 4, 5 ഓപ്ഷൻ 3 എന്ത് ചെയ്യാം, ബി മാർക്ക് ചെയ്ത് പോവാം. അറിയാവുന്നവർ എന്ത് ചെയ്യും, പോവും. സർക്കിളിൻ്റെ ക്ലാസ് ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, ഷെയർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ലെങ്ത് ഓഫ് ടാൻജന്റ് ഫ്രം പോയിന്റ് എ അറ്റ് ഡിസ്റ്റൻസ് ഓഫ് 5 cm ഫ്രം ദ സെന്റർ. ഓക്കെ, ഇതാണ് ടാൻജന്റ്. ഓക്കെ, ഇങ്ങനെ നോക്കാം. ടാൻജന്റ് ലെങ്ത് തന്നിട്ടുണ്ട്, റേഡിയസ്. ഓക്കെ, എന്ത് വരും, അത് 3 ഒരു റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ പോലെ വരും, അത്രേ ഉള്ളൂ. ഓക്കെ, ഇത് ഫിഗർ വരയ്ക്കേണ്ട ആവശ്യമില്ല സത്യത്തിൽ. അതായത് ഇത് സെൻറ്റർ ആണെന്ന് വെച്ചോ, സെൻറ്ററാണ്, ഇത് എ എന്ന് പറയുന്ന പോയിന്റ് ആണ്. ലെങ്ത് ഓഫ് ടാൻജന്റ് ഇത് തന്നിട്ടുണ്ട് എത്ര, 5, ഡിസ്റ്റൻസ് തന്നിട്ടുണ്ട് 4. നമുക്ക് ഇതാണ് റേഡിയസ് ആണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ റേഡിയസും ടാൻജന്റ് തമ്മിൽ 90 ഡിഗ്രി ഉണ്ടാക്കും. ഇത് 5 ആണെങ്കിൽ ഇത് 4 ആണെങ്കിൽ ഇത് എത്ര ആയിരിക്കും, 3 ആയിരിക്കും. 3ന്റെ സ്ക്വയർ പ്ലസ് 4ന്റെ സ്ക്വയർ ആണ് 5ന്റെ സ്ക്വയർ. പൈതഗോറസ് തിയറം. ഓക്കെ, അടുത്ത ദിവസം സിംപ്ലിഫൈ ചെയ്ത ഫോളോയിങ്. അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ വേറെ ഒന്നും ആലോചിക്കേണ്ട, 3 a ക്യൂബ് മൈനസ് ബി ക്യൂബ്, a ക്യൂബ് മൈനസ് ബി ക്യൂബ്. ഇത് കാണുമ്പോൾ തന്നെ ഞാൻ പറയും അതും പോയി 1/7 - 4b. കഴിഞ്ഞു. ഓപ്ഷൻ ബി എന്ത് ചെയ്യും, ഞാൻ മാർക്ക് ചെയ്തു. കഴിഞ്ഞു, ക്വസ്റ്റ്യൻ കഴിഞ്ഞു. പെൻ ഫ്രീ സൊല്യൂഷൻ കഴിഞ്ഞു. 5 സെക്കൻഡ് സൊല്യൂഷൻ കഴിഞ്ഞു. ഇനിയല്ല എന്താ അവിടെ ചെയ്യുന്നത്, എ ക്യൂ മൈനസ് ബി ക്യൂ എന്ന് പറഞ്ഞാൽ എന്താ, എ മൈനസ് ബി ഇൻറ്റു. ഇപ്പോൾ എത്ര സമയത്ത്, എനിക്ക് 25 ക്വസ്റ്റ്യൻ എത്ര സമയം മതി, 15 മിനിറ്റ് പോലും വേണ്ട ഞാൻ ചെയ്യുന്ന സ്പീഡിൽ. അപ്പം അങ്ങനെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, പഠിക്കണം. അതിനുവേണ്ടിയാണ് നിങ്ങൾക്ക് ഇത് തരുന്നത്. ഇതാരും നിങ്ങൾക്ക് പറഞ്ഞു തരില്ല. a² + b² + ab ഇങ്ങനെ എഴുതി ചെയ്യാൻ എല്ലാവരും പറഞ്ഞു തരും. പക്ഷേ ഈ ഒരു മെത്തേഡ് ഇങ്ങനെ ചെയ്യാൻ പറ്റും എന്നുള്ളത് നിങ്ങൾ പറഞ്ഞു തരത്തില്ല. അപ്പോൾ ഇവിടെ നോക്ക്, 341 a ക്യൂബ് 67 b ക്യൂബ് എന്ന് പറഞ്ഞാൽ 7a ക്യൂബ് 7a - 4b 4bയുടെ ക്യൂബ് ഇൻറ്റു 7a സ്ക്വയർ, അതാണ് ഈ 49 സ്ക്വയർ. 4bയുടെ സ്ക്വയർ, അതാണ് 16b² പ്ലസ് എ ബി, അതായത് 7b × 4b, അതാണ് 28 ab എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും, ഈ മേലുള്ള സാധനം താഴെ കിടക്കുന്ന ഈ ഒരു സാധനം വെട്ടിപ്പോവും. നമുക്ക് എന്ത് വരും, 1/7a - 4b എന്ന് വരും. ഇത് ഫുൾ എഴുതാൻ നിൽക്കരുത്, ഫുൾ എഴുതുന്നത് മണ്ടത്തരമാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ 22. ഓക്കെ, ഇതിൻ്റെ വാല്യൂ ഇട്ട് കൊടുക്കുക. sin 30 എന്ന് പറഞ്ഞാൽ 1/2 ആണ്. 1/2 പോയിട്ട് x² മൈനസ് tan square 45, tan 45 1 ആണ്. അപ്പോൾ -4x പ്ലസ് cos 60 എന്ന് പറഞ്ഞാൽ 1/2 ആണ്. +4 = 0. അപ്പോൾ x² - 4x + 4 എന്ന് പറഞ്ഞാൽ x - 2ന്റെ ഹോൾ സ്ക്വയർ ആണ്. അത് 0 ആണെങ്കിൽ x - 2 0 ആണ്. x = 2 എന്ന് നമുക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ആൻസർ കൊടുക്കാൻ പറ്റും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അടുത്ത യൂണിറ്റ് ഡിജിറ്റ്. യൂണിറ്റ് എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യണം, പവറിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ ആണ്. 9നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 1 ആണ് റിമൈൻഡർ. 10നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 2 ആണ് ഡിവൈൻഡർ. ഇത് ചെയ്യുമ്പോൾ 3 ആണ്. ഇപ്പം 4 3 2 6 വരും. 6നെ പിന്നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, റിമൈൻഡർ എത്ര വരും, 2 എന്ന് വരും. അപ്പോൾ റിമൈൻഡർ 2 എന്ന് വന്നു, റിമൈൻഡർ 2 എന്ന് വന്നു. ഓക്കെ, 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 2 എന്ന് വന്നു. അപ്പോൾ റിമൈൻഡർ 2 എന്ന് വന്നാൽ എന്താണ്, 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഉള്ള റിമൈൻഡർ കണ്ടുപിടിക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, നമ്മുടെ വേണ്ടുന്ന നമ്പറിൻ്റെ ബേസ് ഡിജിറ്റിൻ്റെ പവർ എടുക്കുക. 8ന്റെ സ്ക്വയർ എത്രയാണ്, 64. ഓപ്ഷൻ ബി എന്ത് ചെയ്യാം, നമുക്ക് ഈസി ആയിട്ട് ആൻസർ കൊടുക്കാം. അപ്പോൾ അതിൻ്റെ ആ യൂണിറ്റിൻ്റെ കൺസെപ്റ്റ് വീഡിയോ ആയിട്ട് വേണമെങ്കിൽ പറഞ്ഞാൽ മതി. ഞാൻ യൂണിറ്റിൻ്റെ കൺസെപ്റ്റിൽ വെച്ചിട്ട് എന്ത് ചെയ്യാം, ഒരു വീഡിയോ ചെയ്യാം. നമ്മൾ 4ന്റെ ആ ഒരു പവറിനെ എന്ത് ചെയ്യുക, 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, റിമൈൻഡർ എടുക്കുക, എന്നിട്ട് ബേസ് ഡിജിറ്റിൻ്റെ അതേ പവർ എടുക്കുക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഒരു ഡിയുടെ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഓൺ വിച്ച് ഡേയ്സ് ടോട്ടൽ നമ്പർ ഓഫ് ഫോൺ കവർ മാനുഫാക്ചർ ഈസ് മിനിമം. അപ്പോൾ ഏത് ഡേയിലാണ് മിനിമം വേണ്ടത്, അതെന്ത് ചെയ്യുക, നിങ്ങൾ ഡേ 1 ഓരോ ഓപ്ഷൻ എടുത്ത് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ ഡേ 1ൽ എത്ര എണ്ണുന്നുണ്ട് എണ്ണുക. ഓക്കെ, എളുപ്പമാണ്, നിങ്ങൾ എന്ത് ചെയ്യാം, കൂട്ടി നോക്കാവുന്ന കേസാണ്. അപ്പോൾ ഡേ 1ൽ നമുക്ക് കൂട്ടുമ്പോൾ എത്ര കിട്ടും, എല്ലാം കൂട്ടുമ്പോൾ 2700 കിട്ടും. അടുത്ത ഡേ 2 നോക്കുക. ഡേ 2ൽ നമ്മൾ കൂട്ടുമ്പോൾ കാൽക്കുലേഷൻ ചെയ്യുക, വേറെ വഴിയൊന്നുമില്ല. 2510. ഡേ 3 നോക്കുക. ഡേ 3ൽ ഇതിന് കൂടുതൽ പോകുകയാണെങ്കിൽ പിന്നെ നോക്കണ്ട. ഓക്കെ, മിനിമം ചോദിക്കുന്നത്. ഡേ 4ൽ ഈ ഒരു ഇതിൽ കൂടുവാണെങ്കിൽ നോക്കണ്ട. നമുക്ക് എന്ത് കിട്ടും, ഓപ്ഷൻ ബി നമുക്ക് ആൻസർ കിട്ടും. ജസ്റ്റ് കൂട്ടി നോക്കിയാൽ മാത്രം മതി. ഇപ്പോൾ കൂടുതൽ പോകുകയാണെങ്കിൽ പിന്നെ 2510 കൂടുതൽ പോകുകയാണെങ്കിൽ പിന്നെ നിങ്ങൾ നോക്കേണ്ട കാര്യമില്ല. വാല്യൂ ഓഫ് ഇതിൻ്റെ വാല്യൂ ആണ്. ഓക്കെ, റൂട്ട് ഓഫ് ടാൻ സ്ക്വയർ. ഓക്കെ, ഇതെന്ത് കിട്ടും, റൂട്ട് ഓഫ് ടാൻ സ്ക്വയർ 60 എന്ന് വെച്ചാൽ ടാൻ 60 √3 ആണ്. ഇപ്പോൾ അതിൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 3 + 1 4. ഇപ്പോൾ √4 എന്ന് പറഞ്ഞാൽ 2 - 2 tan 45. tan 45 1 ആണ്. 2 - 2 എത്ര കിട്ടും, ഓപ്ഷൻ ബി 0 കിട്ടും. ഓക്കെ, ട്രെയിൻ ക്രോസ് എ പ്ലാറ്റ്ഫോം ഇൻ 8 സെക്കൻഡ് ആൻഡ് 18 സെക്കൻഡ് റെസ്പെക്റ്റീവ്ലി. ഒരു ആളെ 8 സെക്കൻഡും പ്ലാറ്റ്ഫോമിന് 18 സെക്കൻഡ്. ലെങ്ത് ഓഫ് ദ പ്ലാറ്റ്ഫോം 50 മീറ്റർ മോർ ദാൻ ദ ലെങ്ത് ഓഫ് ദ ട്രെയിൻ. ലെങ്ത് ഓഫ് ദ പ്ലാറ്റ്ഫോം ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ 8 സെക്കൻഡിലാണ് ആ ഒരു ട്രെയിനിൻ്റെ ലെങ്ത് കവർ ചെയ്യാൻ എടുക്കുന്ന സമയം. 18 സെക്കൻഡാണ് ആ ഒരു ഇതുകൂടെ വരുമ്പോൾ, ഏതാ നമ്മുടെ പ്ലാറ്റ്ഫോമിൽ വരുമ്പോൾ. അപ്പോൾ ഈ 10 സെക്കൻഡിൽ, ഈ ഗ്യാപ്പ് ഓഫ് 10 സെക്കൻഡിൽ എന്ത് ചെയ്യും, 10 സെക്കൻഡിൽ അത് ആ ഒരു ഓക്കെ 10 സെക്കൻഡ് അല്ല 8 സെക്കൻഡിൽ എന്ത് ചെയ്യും, അത്
ആ ഒരു ട്രെയിൻ അതിൻ്റെ ഇത് നല്ല ക്വസ്റ്റ്യൻ ആണ്, ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. 8 സെക്കൻഡിൽ എന്ത് ചെയ്യും, ആ ട്രെയിൻ അതിൻ്റെ ലെങ്ത് കവർ ചെയ്യും. പിന്നെ ഒരു 8 സെക്കൻഡ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യായിരുന്നു, അതിൻ്റെ ലെങ്ത് അതിന് കവർ ചെയ്യായിരുന്നു. പക്ഷേ എത്ര സെക്കൻഡ് കൂടെ എടുത്തു, 2 സെക്കൻഡ് കൂടെ എടുക്കും. അതായത് 8 തൊട്ട് 16, 2, 18, അങ്ങനെയാണ് ടോട്ടൽ 18 വന്നത്. ഈ 2 സെക്കൻഡ് എക്സ്ട്രാ എടുത്ത് എന്തുകൊണ്ടാണ്, ആ പ്ലാറ്റ്ഫോമിൻ്റെ ലെങ്ത് 50 മീറ്റർ മോർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ 2 സെക്കൻഡിലാണ് എന്ത് ചെയ്യുന്നത്, ആ ഒരു 2 സെക്കൻഡിലാണ് ആ ഒരു ട്രെയിൻ 50 മീറ്റർ എന്ത് ചെയ്യുന്നത്, 50 മീറ്റർ കവർ ചെയ്യുന്നത്. അപ്പോൾ 50 മീറ്റർ കവർ ചെയ്യാൻ വേണ്ടി ആ ട്രെയിൻ എത്ര സമയം എടുക്കും, 2 സെക്കൻഡ് എടുക്കും. അത് 25 മീറ്റർ പെർ സെക്കൻഡ് ആണ് എന്ന് പറയുന്നത് ആ ഒരു ട്രെയിനിൻ്റെ സ്പീഡ് എന്ന് പറയുന്നത്. സ്പീഡ് ലെങ്ത് ഓഫ് ദ പ്ലാറ്റ്ഫോമാണ് വേണ്ടത്. അപ്പോൾ ആ ഒരു ട്രെയിന് അതിൻ്റെ ലെങ്ത് കവർ ചെയ്യാൻ വേണ്ടി എത്ര എടുക്കും, അതിൻ്റെ സ്പീഡ് ഇൻറ്റു 25 മീറ്റർ പെർ സെക്കൻഡ് ഇൻറ്റു അതിൻ്റെ ടൈം എത്രയാണ്, 8. അതായത് 200 മീറ്റർ ആണ് എന്ത് ചെയ്യുന്നത്, ആ ഒരു ട്രെയിനിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ പ്ലാറ്റ്ഫോമിൻ്റെ ലെങ്ത് അല്ലേ ചോദിച്ചേക്കുന്നത്. അപ്പോൾ ഇൻറ്റൂടെ 50 കൂടെ കൂടും 250 മീറ്റർ. അപ്പോൾ ഈ ഒരു കൺസെപ്റ്റ് മനസ്സിലായോ, എത്ര സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാം. എക്സും വൈ ഒന്നും ഇടണ്ട, ഒന്ന് ആലോചിച്ചാൽ മതി. അപ്പോൾ 8 സെക്കൻഡ് എടുക്കും ഒരു മാനെ ക്രോസ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ, ആ ട്രെയിനിൻ്റെ ലെങ്ത് തന്നെ കവർ ചെയ്യാൻ. അപ്പോൾ ആ ട്രെയിനിൻ്റെ ലെങ്ത് തന്നെ കവർ ചെയ്യാൻ അതിന് 8 സെക്കൻഡ് എടുക്കും. അപ്പോൾ പ്ലാറ്റ്ഫോമിൻ്റെ ലെങ്തും ആ ട്രെയിനിൻ്റെ ലെങ്ത് തന്നെ ആയിരുന്നെങ്കിൽ ആ 8 സെക്കൻഡ് തന്നെയായിരുന്നു എടുക്കേണ്ടത്. പക്ഷേ എന്ത് ചെയ്തു, 18 സെക്കൻഡ് എടുത്തു. അതായത് എക്സ്ട്രാ 2 സെക്കൻഡ് എടുത്ത് എന്തുകൊണ്ടാണ്, ആ പ്ലാറ്റ്ഫോമിൻ്റെ ലെങ്ത് ട്രെയിനിൻ്റെ ലെങ്തിനേക്കാളും 50 മീറ്റർ കൂടുതലാണ്. അതായത് 50 മീറ്റർ ആ എക്സ്ട്രാ പോകാൻ വേണ്ടിയാണ് എന്ത് ചെയ്തത്, ഈ 2 സെക്കൻഡ് അധികം എടുത്തത്. അപ്പോൾ 2 സെക്കൻഡിൽ ആ ട്രെയിൻ 50 മീറ്റർ പോകും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, ട്രെയിനിൻ്റെ സ്പീഡ് കിട്ടി 25 മീറ്റർ പെർ സെക്കൻഡ്. അപ്പോൾ അതിൽ നിന്നും 25 ഗുണം 8 ചെയ്താൽ, സ്പീഡ് ഇൻറ്റു ടൈം ചെയ്താൽ നമുക്ക് ഡിസ്റ്റൻസ് കിട്ടും. അപ്പോൾ സ്പീഡ് ഇൻറ്റു ടൈം ചെയ്തപ്പോൾ നമുക്ക് 200 മീറ്റർ എന്ന് കിട്ടി. 200 മീറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്, ആ ഒരു ട്രെയിനിൻ്റെ ലെങ്ത് ആണ്. നമുക്ക് ചോദിച്ചിരിക്കുന്നത് എന്താണ്, ലെങ്ത് ഓഫ് ദ പ്ലാറ്റ്ഫോം. അപ്പോൾ വിത്തൗട്ട് എക്സ് ആൻഡ് വൈ, നമ്മൾ ഒരു ക്വസ്റ്റിനിലെങ്കിൽ നമ്മൾ എക്സും വൈ എടുത്തോ, ഇല്ല, വിത്തൗട്ട് എക്സ് ആൻഡ് വൈ ആണ് നമ്മൾ എന്ത് ചെയ്തത്, എല്ലാ ക്വസ്റ്റിനും ചെയ്തത്. ഇങ്ങനെ ആയിരിക്കണം നിങ്ങളുടെ പ്രാക്ടീസും, ഇങ്ങനെ ആയിരിക്കണം നിങ്ങളുടെ എക്സാം എഴുത്തും. അപ്പോൾ അതിനുവേണ്ടിയാണ് നിങ്ങളെ ആദ്യം തൊട്ടേ എഴുതി വരാൻ പറയുന്നത്. അപ്പോൾ നിങ്ങളിങ്ങനെ പ്രാക്ടീസ് ചെയ്ത് എക്സാം ആകുമ്പോഴത്തേക്കും ഉണ്ടല്ലോ നിങ്ങൾ സെറ്റ് ആവും. എൻ്റെ രീതിയിൽ പഠിച്ചു വരുന്ന ആൾക്കാർ സെറ്റ് ആവും. ബാക്കിയുള്ളവർ ഇഗ്നോർ ചെയ്ത് കളയുന്നവർക്ക് ഇഗ്നോർ ചെയ്ത് കളയാം, അതൊന്നും ഒരു പ്രശ്നമില്ല. ഒരാൾ പഠിക്കാനുണ്ടെങ്കിലും എന്ത് ചെയ്യും, നമ്മൾ ക്ലാസ്സുകൾ തന്നിരിക്കും. അപ്പോൾ ബാക്കിയുള്ള ക്ലാസ്സിലെല്ലാം കാണും. നമ്മൾ 25 ക്വസ്റ്റ്യൻസ് ചെയ്തു. വളരെ വേഗത്തിൽ നിങ്ങൾക്ക് ചെയ്യാവുന്ന ക്വസ്റ്റ്യനാണ്. ഞാൻ എക്സ്പ്ലേഷനാണ് സമയം എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ചാനൽ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യുക. എല്ലാവർക്കും ഇതിൻ്റെ ക്ലാസ് നോട്ട് അതേപോലെ തരുന്നതായിരിക്കും. ഓക്കെ, അടുത്ത ലൈവ് മോക്കിൻ്റെ സൊല്യൂഷനും ഈ വീക്ക് തന്നെ എന്ത് ചെയ്യും, അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. എല്ലാവർക്കും നന്ദി, താങ്ക് യു. നന്നായിട്ട് പഠിക്കുക. ഓൾ ദ ബെസ്റ്റ്. ഓക്കെ.